യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ചൂട് പിടിച്ച ഒരു ചർച്ചയാണ് 8000 മണിക്കൂർ വാച്ച് അവർ ആക്കിയത്. അപ്പോൾ 8000 മണിക്കൂർ വാച്ച് അവർ ആക്കിയതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വാച്ച് അവർ കൊണ്ടുവരുന്നതിന് മുന്നേ യൂട്യൂബ് മറ്റൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ ആളുകൾക്ക് വ്യൂസ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുറയാൻ കാരണം എന്താണ്? ഈ ഒരു അൽഗോരിതം ചേഞ്ച് കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പറയുന്നത് വ്യൂവർ സാറ്റിസ്ഫാക്ഷൻ സിഗ്നൽ എന്നാണ്. അതായത് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ യൂട്യൂബ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസ് ആയിട്ടാണ് യൂട്യൂബ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീഡിയോസിന് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഈ 8000 മണിക്കൂറിനൊക്കെ ബാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ? അതാണ് ഇവിടെ ഡബിൾ പണിയാണ്. അതായത് സിംഗിളായിട്ടുള്ള ഒരു 8000 മണിക്കൂറിൻ്റെ പണിയല്ല കിട്ടിയിട്ടുള്ളത്, രണ്ട് പണിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾക്ക് 4000 മണിക്കൂർ അച്ചീവ് ചെയ്ത ആളുകൾക്കൊരു തോട്ട് ഉണ്ടാവും, നമ്മളൊക്കെ രക്ഷപ്പെട്ടല്ലോ, നമ്മൾ 4000 മണിക്കൂർ നേടി, ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള ഒരു പണി കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ 8000 മണിക്കൂറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. 8000 മണിക്കൂർ അവർ പറയുന്നത് യൂട്യൂബിൽ ഫെബ്രുവരിയോട് കൂടിയാണ് ഈ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ഇനി മുതൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ 8000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ ഷോർട്സിൽ 20 മില്യൺ ആണ് പറയുന്നത്. പക്ഷേ ഈ 8000 മണിക്കൂറൊക്കെ ഒരു പ്രശ്നമാണോ? 8000 മണിക്കൂറൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസൊക്കെ അവർക്ക് ഇപ്പോഴും, അതായത് എല്ലാവർക്കും വ്യൂസ് കുറഞ്ഞ സമയത്ത് പോലും അവർക്ക് ഇപ്പോൾ കിട്ടുന്നത് 20,000 30,000 ഒക്കെ വ്യൂസ് കിട്ടുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് എവിടുന്ന ഈ വ്യൂസ് കിട്ടുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, നമ്മൾ ഈ കാലഘട്ടങ്ങൾ മാറുമ്പോൾ ആളുകളുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിനനുസരിച്ചിട്ട് മാറിയിട്ടില്ല. നമ്മൾ പഴയ ടെക്നോളജിയും പിടിച്ച്, അല്ലെങ്കിൽ പഴയ ടെക്നിക്കും പിടിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ പുറത്തു പോകും. ഇനിയിപ്പോൾ 2027 ഇതൊക്കെ വന്നെന്ന് ശരി, 2028 അടുത്തത് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുക. അതല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരാളും ഈ 8000 മണിക്കൂറിനെ പേടിക്കേണ്ട. യൂട്യൂബ് 10,000 ആയിക്കോട്ടെ, നമുക്കതൊരു വിഷയമല്ല. ഞാൻ നിങ്ങൾക്ക് ആ ഉറപ്പ് ഞാൻ തരാം. നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ടതും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് എടുക്കാമെന്ന് ഞാൻ പറയുന്നത്. 2-3 വീഡിയോസ് 50,000 1 ലക്ഷമൊക്കെ വന്നാൽ നമുക്ക് ഈ 8000 സിമ്പിളായിട്ട് കിട്ടൂലേ? എൻ്റെ ഒരു ചാനലിന് ഇപ്പോൾ 3 ദിവസം കൊണ്ടാണ് 5000 സംതിങ് വാച്ച് ഓവർ കംപ്ലീറ്റ് ആയത്. 3 ദിവസം കൊണ്ട്. അതിപ്പോൾ ഒരു വീഡിയോ ആണ് റീച്ച് ആയത്. അവൻ 3-4 വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 8000 മണിക്കൂർ ആർക്ക് പ്രശ്നമല്ല. ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് പ്രശ്നമല്ല. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്, ഈ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആയ ആൾക്കാർക്ക് വരാൻ പോകുന്ന പണി. സ്വാഭാവികമായിട്ട് ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുക. നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ വാച്ച് അവർ കുറയും. അപ്പോൾ അങ്ങനെ വാച്ച് അവർ കുറയുമ്പോൾ മുന്നേയൊക്കെ യൂട്യൂബ് ചെയ്യുന്നത് അവരുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാക്കും. അതായത് നിങ്ങളുടെ വാച്ച് അവറിൻ്റെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കട്ടാക്കും. ഇതേ നിയമം ഈ 8000 വാച്ച് അവറിലേക്കും വരാനുള്ള സാധ്യതയല്ല കാണുന്നുണ്ട്. കാരണം ഇതേ നിയമം 8000 മണിക്കൂറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ 4000 മണിക്കൂർ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആക്കി, പിന്നീട് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും അതിന് മുകളിലേക്ക് കയറി പോകുന്നില്ല. അല്ലെങ്കിൽ 6000 8000 10 15 ആവുന്നില്ല. നിങ്ങൾ ഈ 4000 പിടിച്ചിരിക്കാമെന്ന് വിചാരിച്ചോ? മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. 4000 മണിക്കൂറും എല്ലാം മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ആ വീഡിയോസിനെ വാച്ച് ഓവറൊന്നും കയറുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ല. നിങ്ങളൊരു 7000 6000 തന്നെ അവിടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസേഷൻ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം മുന്നേയുള്ള പോളിസി പ്രകാരം യൂട്യൂബ് അങ്ങനെ ചെയ്തുകൊണ്ട് ഇതും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിലും ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എല്ലാവർക്കും വൈറ്റ് ഇഷ്യൂഡിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ടാവും. നിങ്ങളിത് എന്തായാലും അപ്ലൈ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് അപ്ലൈ കൊടുക്കുക. അത് അപ്ലൈ കൊടുത്തതിനെ കൊണ്ടൊന്നും നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ നിയമങ്ങൾ നമുക്ക് ബാധകമാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വ്യൂവേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറയാം. അതായത് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കുന്നു, എത്ര സമയം അവർ യൂട്യൂബിൽ ചിലവഴിക്കുന്നു, അവർ അപ്പോൾ തന്നെ വീഡിയോ ഒഴിവാക്കി പോകുന്നുണ്ടോ, അതായത് നമ്മൾ വീഡിയോ നല്ല യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഒഴിവാക്കി പോകുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത്
നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സ്ട്രക്ചർ നല്ല രീതിയിൽ മാറ്റണം. സ്ട്രക്ചർ മാറ്റിയിട്ട് ആ 30 സെക്കൻഡ്സിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30 സെക്കൻഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ChatGPT സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക, ഞാൻ എൻ്റെ സ്ക്രീനിൽ ആഡ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ട് നിങ്ങളുടെ വീഡിയോ അടിമുടി മാറ്റം വരുത്തണം. എന്നിട്ട് ഇപ്പോൾ നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണോ ആളുകൾക്ക് വേണ്ടത് ആ രൂപത്തിൽ വീഡിയോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം ഒഴിവാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. മീൻസ് ഞാൻ അപ്പോൾ അങ്ങനെ അപ്ഡേഷൻ ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യും, യൂട്യൂബിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിർത്തിപ്പോവും. നിങ്ങൾക്ക് വ്യൂസ് ഒന്നും വരാത്ത സമയത്തും മോണിറ്റൈസേഷൻ ഇത്രയും കടമ്പകളുള്ള സമയത്തും നിങ്ങൾ എന്തെയില്ല, മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് യൂട്യൂബ് ആണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഓരോന്നോരോന്നോരോന്ന് ചെയ്യേണ്ടത്. ഞാൻ യൂട്യൂബിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ബേസിക് മുതലേ അറിയില്ല. അപ്പോൾ ഈ ബേസിക്കിനെയും അഡ്വാൻസ്ഡിനെയൊക്കെ ഒന്നുകൂടി ചേർത്തുകൊണ്ട് ആദ്യം മുതലേ യൂട്യൂബ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുള്ളായിട്ട് കംപ്ലീറ്റഡ് അല്ല, ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെയുള്ള ഒരു 50 പേർക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അതായത് കോഴ്സ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗ്രൂപ്പുകളിൽ ആഡായി അതിൽ പാർട്ടാവാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരു 50 പേർക്ക് കൂടി ഇതേപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം തരാം. അവർ ഗ്രൂപ്പിലും ആഡാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ കോഴ്സ് ഡെവലപ്പ് ചെയ്യുക, ഓരോന്ന് ചെയ്യുക. കാരണം നിങ്ങളുടെ ആവശ്യമാണല്ലോ നമ്മൾ കോഴ്സായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് ഇടാം, അതിൽ കയറി ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് 50% ഡിസ്കൗണ്ട് ആ കോഴ്സിൽ കിട്ടും. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡാക്കേണ്ട കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പിലെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും പറ്റില്ല. എനിക്കും പഠിക്കാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനും ഈ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ പഠിച്ച് വരാതെ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ ട്രെയിനറോ അല്ലെങ്കിൽ കോച്ചായിട്ട് നിൽക്കുന്ന എനിക്കും മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. കാരണം നിങ്ങളും പഠിക്കണം, ഞാനും പഠിക്കണം. എല്ലാവരും പഠിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ഉള്ള ഒരു രീതി. അതെൻ്റെ ക്ലാസ്സിനൊക്കെയുള്ള ആളുകൾക്ക് അറിയാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും 8000 മണിക്കൂർ. പക്ഷേ കൃത്യമായിട്ട് സംഭവങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു